ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 18-ാം പടിക്ക് താഴെയുള്ള ബാരിക്കേഡുകൾ മറികടന്ന് ഭക്തർ. പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തിരക്ക് പോലീസിന് നിയന്ത്രിക്കാനാകാത്ത സാഹചര്യമാണ്. കേന്ദ്രസേനയുടെ സഹായം തേടാൻ നീക്കം. മുന്നൊരുക്കങ്ങൾ അപര്യാപ്തമെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സരീഷ് പി ഉണ്ട്. സരീഷ്, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത്? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതടക്കം നിരവധി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇന്നലെ മുതൽ തന്നെ വലിയ തിരക്ക് ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. പമ്പയിൽ നിന്ന് പോലും കയറുന്നതിന് വലിയ കാര്യങ്ങൾ പോകുന്നത്. ബാരിക്കേഡ് മറികടന്ന് സ്വാമിമാർ സന്നിധാനത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ ബാരിക്കേഡ് മറികടന്ന് ഭക്തർ അങ്ങോട്ടും ഈ പരസ്പരം മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. നേരത്തെ ഈ വലിയ നടപ്പന്തലിൽ നിന്നും നേരെ 18-ാം പടിയിലേക്കും അവിടെ നിന്ന് മുകളിലേക്കുമായിരുന്നു ആളുകളെ കയറ്റിയിരുന്നത്. പക്ഷേ അത് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ബാരിക്കേഡ് മറികടന്ന് പല ഭാഗങ്ങളിലേക്ക് പോവുകയും പല ഭാഗങ്ങളിലൂടെ ദർശനം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്നു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. കാരണം ഭയാനകമാണ് കാര്യങ്ങൾ. എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാകും എന്നറിയില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ആഴിയുടെ ഭാഗത്തേക്ക് പോലും ആളുകൾ കടന്നു പോവുകയും അവിടെ ക്യൂ നിൽക്കുന്നതിന് പകരം അവിടെ മറികടന്ന് അപ്പുറത്തേക്ക് മറികടന്ന് വലിയ രീതിയിലുള്ള ിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ക്യൂവായി എത്തി നിൽക്കുന്ന ആളുകൾ ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് നിയന്ത്രണ വിധേയമായി മാത്രം പ്രവേശിപ്പിക്കുകയും അവിടെ നിന്നും ആളുകളെ ക്രമമനുസരിച്ച് കൂടുതൽ ഈ കയറ്റിവിടുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുകയും ആ 18-ാം പടിക്ക് താഴെയുള്ള ആ ക്യൂവിലേക്ക് കടക്കുകയും ആ 18-ാം പടിക്ക് അപ്പുറത്തേക്കുള്ള ക്യൂവിലേക്ക് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാവുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസിന്റെ കുറവ് അത് വലിയ തിരിച്ചടിയായി തന്നെ അവശേഷിക്കുകയാണ്. കാരണം നേരത്തെ CRPF-ന്റെയും അതോടൊപ്പം തന്നെ NDRF-ന്റെയും ഒക്കെ സംഘങ്ങൾ സാധാരണഗതിയിൽ ഈ ശബരിമലയിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കാരണം രാവിലെ നമ്മൾ പലപ്പോഴും പ്രതികരണങ്ങളൊക്കെ തേടിയപ്പോൾ പലരും പറഞ്ഞിരുന്നത് ഇന്നലെ രാവിലെ മുതൽ ഈ സന്നിധാനം അല്ലെങ്കിൽ പമ്പയിൽ എത്തി നിൽക്കുന്നതാണ്. ആ പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് 12 മണിക്കൂറോളം ക്യൂ നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറിയത് എന്നൊക്കെ ആളുകൾ നമ്മളോട് പറഞ്ഞതാണ്. അത് തന്നെ ഈ 12 മണിക്കൂറിലേറെ കാത്തിരുന്നിട്ടും അങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് ഈ ഭക്തർ ശബരിമലയിലേക്ക് സന്നിധാനത്തിലേക്ക് സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നത്. ഈ ആഴിക്ക് സമീപത്തുകൂടി പോലും ഭക്തർ മുന്നോട്ടേക്ക് നീങ്ങുന്നു. അത് വലിയ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ആഴി എന്ന് പറയുന്നത് 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ആഴിയുടെ സമീപത്ത് നിന്ന് പോലും ആളുകൾ അകത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലും നിയന്ത്രിക്കാൻ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ എവിടെയും പോലീസുകാരില്ല എന്നുള്ളത്. ഈ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് പോലും സാധിക്കുന്നില്ല. പോലീസ് 18-ാം പടിയിൽ മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. താഴെ ആളുകളെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് നടപ്പന്തലിൽ ആളുകളെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കാനാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദൃശ്യങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ നിൽക്കുന്ന, അതായത് 18-ാം പടിയുടെ ഇടതുഭാഗം എന്ന് പറയുന്നത് 18-ാം പടിയുടെ ഇടതുഭാഗം എന്ന് പറയുന്നത് ഈ ദർശനം കഴിഞ്ഞ് എത്തുന്ന ആളുകൾക്ക് നടന്ന് തിരിച്ച് പമ്പയിലേക്ക് പോകാനും അവിടെ നിന്ന് നാളികേരം ഉടയ്ക്കാനുമുള്ള സൗകര്യമാണ് ഈ ഇടതു ഭാഗത്ത് ഉണ്ടാകാറ്. പക്ഷേ അതല്ലാതെ നേരെ നടപ്പന്തലിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഈ മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. മാളികപ്പുറം ഉൾപ്പെടെ ബാരിക്കേഡ് മറികടന്ന് ദർശനം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത്രത്തോളം രംഗം വഷളാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുതന്നെയാണ്
വലിയ പ്രതിസന്ധി. കാരണം രാവിലെ നമ്മളോട് പലരും പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ഈ അവർക്ക് ഇന്നലെ ദേഹാസ്വാസ്ഥ്യം, വെള്ളം ലഭിച്ചില്ല, കുടിവെള്ളം ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു, ദർശന സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മളോട് പലരും ഈ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ നിയന്ത്രണാതീതമാവുകയും ആളുകൾ ഇത്തരത്തിൽ ബാരിക്കേഡിനപ്പുറത്തേക്ക് കടന്ന് സ്വയം നിയന്ത്രിക്കാനാകാതെ 18-ാം പടിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, 1 മണിക്കൂർ ഇപ്പോൾ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്നലെ വരെ 1 മണി വരെയായിരുന്നു ദർശന സൗകര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് മാറ്റി 2 മണി വരെ ആക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2 മണിക്ക് നടയടച്ചാൽ വീണ്ടും 3 മണിക്ക് തുറക്കും. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ 2 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് അടച്ചാൽ 3 മണി വരെ ഈ ആളുകളെ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കും. അവർ ദർശനം ലഭിക്കില്ല. ആ ദർശനത്തിന് വീണ്ടും ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ദർശനം പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളൊരു നീക്കമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബാരിക്കേഡ് മറികടന്നുകൊണ്ടുള്ള ഒരു ശ്രമം ഇപ്പോഴും ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എവിടെയും പോലീസ് ഉദ്യോഗസ്ഥരില്ല, അല്ലെങ്കിൽ പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യമായി നേരിടുന്ന ഒരു മണ്ഡലകാലമല്ല ഇത്. ഇതിനു മുമ്പും കഴിഞ്ഞ വർഷം കാര്യക്ഷമമായി കാര്യങ്ങളൊക്കെ പോയിരുന്നു. എല്ലാവിധ അറേഞ്ച്മെന്റുകളൊക്കെ മികവുറ്റ രീതിയിൽ തന്നെ പോയതാണ് കഴിഞ്ഞ വർഷം. പക്ഷേ അതിന് മുമ്പത്തെ വർഷത്തെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിച്ചതായിരുന്നു നമ്മൾ. ആ സിസ്റ്റം ഒക്കെ തന്നെ ഇപ്പോഴും അവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ മുന്നൊരുക്കങ്ങൾ അപര്യാപ്തമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഇന്ന് സമ്മതിച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഏത് തരത്തിലാണ് മുന്നൊരുക്കങ്ങൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്? എവിടെയാണ് പാളിയത്? ഇനി അങ്ങോട്ട് ഈ പാളിച്ചകൾ എത്രയും പെട്ടെന്ന് മാറ്റേണ്ട സാഹചര്യം തന്നെയാണല്ലോ ഉള്ളത്. പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഈ വലിയ വീഴ്ച, അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഭക്തർ തന്നെ ചേരുകയാണ്. சுத்தமா சரியில்லை சாமி. குறைஞ்சது ஒரு 60 பேர் வந்திருப்பாங்க. நாங்க காலையில சாமி பலர்த்து நைட்டு 9 மணிக்கு டைம் ஆக்கிட்டாங்க. இப்பதான் நாங்க சாமியை பார்க்க வரோம். சுத்தமா தண்ணியே இல்லை, ஒரே தண்ணியே தரவே இல்லை. இங்க தண்ணியே கொடுக்குறாங்க. ரொம்ப 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 ஒஸ்டா பண்ணாங்க. இந்த முறை ரொம்ப 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 ஒஸ்ட். இவ்வளவு தவிர வரும்னு தெரியல. 4 பேர் 2 நாள் தான் ஆகுது. புதுசா பிறகு 4 நாள் தெரியல. 2 நாள் ஆச்சு புதுசா பிறகு. உள்ள கிளியர் பண்ணல. இந்த சொன்ன வயிறு திறந்து உள்ளல. ரொம்ப 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 ஒஸ்ட் சாமி. போன வருஷம் ரொம்ப ரொம்ப ஒஸ்டா பண்ணாங்க இந்த வருஷம். சாமி எப்படி இருந்தது சாமி? വലിയ രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഭക്തർ എല്ലാവിധ നിയന്ത്രണങ്ങളെയും മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അതിന് മതിയായ പോലീസ് സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സരീഷ് പങ്കുവെക്കുന്ന വിവരം. ആ രീതിയിൽ അതിനെ ക്രമീകരണത്തെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സന്നിധാനത്ത് കഴിയുന്നില്ല. എല്ലായിടത്തും പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ആ നിലയ്ക്ക് തന്നെ ഭക്തർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുകളാണ്. അതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന സാഹചര്യം ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാം. കുട്ടികളടക്കമുള്ളവർ കരയുകയാണ്. അതിദയനീയമായ കാഴ്ചയാണ്. കാരണം ദിവസങ്ങളോളം മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷമുള്ള വരവാണ് സന്നിധാനത്തെത്തുക എന്നുള്ളത്. അതിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി തീർത്ഥാടകരെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യേണ്ട പിന്തുണ എന്ത് ചെയ്യുന്ന ഇന്നേ വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായില്ല. 18-ാം പടി കയറിയില്ല. ഇപ്പൊ നെയ്ത്തേങ്ങ ആഴിയിലിടണു, കാണിപ്പൊന്ന് മാത്രം ഇട്ട് പോണു. സ്വാമി ഇവർക്ക് കാണിപ്പൊന്നല്ല ആവശ്യം, അത് ഇട്ട് പോട്ടു. അത്രയ്ക്കുള്ള പരിപാടി. We have come from Mumbai. Okay, there is huge number of people, no arrangement, aluminum sheets, steel sheets are lying on the road. No one is taking care of. People are getting hurt, people are getting bleeded. Okay, no one is bothered to take about it. We are now while climbing the 18 steps, we saw there are people, children getting fainted, but no one is bothered to come and take them up. What is the management doing? സാറേ, ഞങ്ങൾ ഇവിടെ ആലപ്പുഴക്കാരാണ്. ഞങ്ങൾ ബോംബെയിൽ സെറ്റിലായിട്ട് താമസിക്കുന്നവരാണ്. ഇവിടെ ഞങ്ങൾ ഇന്നലെ വെളുപ്പിനെ 2 മണിക്ക് നിലയ്ക്കൽ വന്നതാണ്. അവിടെ ബസ്സിലാണെങ്കിൽ ഇടിച്ച് കയറ്റി ഞങ്ങളെ ചാറിളക്കിയിട്ട് ഞങ്ങളെ പമ്പയിൽ കൊണ്ടുവിട്ട്, എന്നിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരാനുള്ള പറ്റാത്ത രീതിയിലുള്ള ഇടി കൊണ്ട് ഞങ്ങൾ വന്നത്. ഒരു സിസ്റ്റമില്ല. മോളിൽ വന്നിട്ട് ഞങ്ങളെ വഴിതിരിച്ച് വിട്ട് ഇവിടെ വന്ന് ദർശനം കാണിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഇടിപ്പിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും കാണാതെ കിടക്കാം. ഇപ്പം
ഞങ്ങളെ 7-8 പേരെ കാണാനിരിക്കുക. അവരുടെ മുകളിൽ നിന്ന് പോലീസുകാരിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് മാത്രം മതിയോ? தமிழ்நாடு சேலம் நாங்கள் 2 குழந்தைங்களை கூட்டிகிட்டு வந்தோம். ஆனால் பாதுகாப்பு இல்லை, சரியான பாதுகாப்பு இல்லை. அதனால் எங்களால் 18ஆம் படி பக்கம் போகவே நெருங்கவே முடியல வந்து. அதனால் நாங்கள் வந்து 18ஆம் படி ஏறாமல் திரும்புகிறோம், வந்து வீடு திரும்புகிறாங்க. ஏறல, ஏன்னா பாதுகாப்பு இல்லை, எங்கேயும் போக முடியல. எல்லாம் குறுக்கு வழியில் தான் வராங்க, நேர் வழியில் எதுலையும் வர முடியல. நாங்களாம் இப்போ 2 நாளாக வந்து அங்கேருந்தே கூட்டம், ஏகப்பட்ட கூட்டம். அங்கேருந்தே பம்பையிலேருந்தே ஏகப்பட்ட கூட்டம். 2 குழந்தைங்க பாருங்க, குழந்தைங்க 18ஆம் படி. நீங்கள் 18ஆம் படி ஏறாமே திரும்ப போகிறோம், ஏறாமே திரும்ப போகிறோம். ஏன்னா வந்து அவ்வளோ கூட்டம், பாதுகாப்பு இல்லை, காவல்துறை பாதுகாப்பு இல்லை. Total failure. I requested police officer to maintain a queue. Even I got a suffocation. 3 kids are there. They are suffocating in the rush. I requested them to please maintain a queue. At least we can have a easily darshan. But they are saying we are helpless. We can't do anything. You have to do like this. This is they are doing the management of things. So see that other temples how they are managing in that in Kerala itself or in Karnataka itself or Tirupati. They are telling police is telling we are helpless. What is this? Kids got suffocated. Even I got suffocated. I didn't have a darshan. They are telling it's okay. You have to do. It's your wish, or you go out.